എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവർക്കും ദൈവം എല്ലാ രീതിയിലും അളവില്ലാതെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ വിഷു കുളിയൊക്കെ കഴിഞ്ഞു, കൈനീട്ടം വാങ്ങിച്ചു. അത് ഞാൻ ഇവിടെ വെച്ചു. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ അടുപ്പിൽ തീ പിടിപ്പിച്ച് കട്ടൻ ചായ അടുപ്പിൽ വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ വിഷുവിൻ്റെ ഇന്നൊരു തുടക്കം. ജസ്റ്റ് ഇന്ന് വിഷുവിൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല. ഞാൻ കാരണം പറഞ്ഞല്ലോ, പപ്പയുടെ അമ്മ മരിച്ചിട്ട് ആണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. എങ്കിലും രാവിലെ കുളിച്ചു, കണിയൊന്നും വെച്ചില്ല, കണി ഒരുക്കില്ല കേട്ടോ. ജസ്റ്റ് വിളക്ക് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചായ തിളയ്ക്കട്ടെ. രാവിലെ വിളക്ക് വെച്ചു, കണി ഒരുക്കിയില്ല. എങ്കിലും കൊന്നപ്പൂ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു കേട്ടോ. കൈനീട്ടം കിട്ടിയ പൈസ ഞങ്ങൾ കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളക്ക് കത്തിച്ചു. രാവിലെ ഓട്ടോ വന്നു കേട്ടോ, പോകാനുള്ള ഓട്ടോ വന്നു. ഓട്ടോയിൽ ചെന്ന് കയറട്ടെ. അതാണ് ഓട്ടോ. ഇതുണ്ടോ ഞങ്ങളുടെ മുല്ലപ്പൂ, ഇഷ്ടംപോലെ മുല്ലമുട്ടൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ. മുല്ലമുട്ട വിരിഞ്ഞില്ല, വിരിയാറായി വരുന്നു. ഒന്നും രണ്ടൊക്കെ വിരിയുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ കാണിക്കാവേ. ഫോട്ടോയ്ക്ക് തടിയമ്പാട് വരെ പോകും. അവിടെ നിന്ന് ബസ്സിൽ കയറി മഹാദേവൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ പോയി വരുമ്പോൾ ബാക്കിയൊക്കെ കാണിക്കാം കേട്ടോ. അതെ അതെ, അപ്പോൾ കൂട്ടുകാരെ, ഞാൻ അമ്പലത്തിൽ വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് കയറി, ഓട്ടോയ്ക്ക് വന്നു. സിറ്റിയിൽ ഇറങ്ങിയിട്ട് ബസ് കയറി ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി. അവിടെ നിന്നൊരു 1/4 കിലോമീറ്റർ നടന്നാണ് അമ്പലത്തിൽ എത്തിയിട്ടില്ല കേട്ടോ. നമുക്ക് അവിടെ വന്നപ്പം അടുത്ത് വന്നപ്പം കാണിച്ചു. കയറ്റം കയറി വന്നുകൊണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പം ഇനി അടുത്ത് ചെല്ലുമ്പോഴത്തേനും ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള മഹാദേവൻ്റെ അമ്പലം. ഇതൊരു വനത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ പരിസരവും ഇവിടുത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. ഇത് അതിലെയാണ് കയറി വന്നത്. അക്കരെയൊക്കെയാണ് ബസ് പോകുന്ന റോഡ്. ഇതിൽ നല്ല വനമാണേ. ഈ വനത്തിൻ്റെ നടുക്കാണ് ഈ മഹാദേവൻ്റെ അമ്പലം ഇരിക്കുന്നത്. കണ്ടോ, നല്ല സൂപ്പർ വനം. 3-4 മഴയൊക്കെ നന്നായിട്ട് കിട്ടിയതുകൊണ്ട് പൊഴിഞ്ഞു പോയ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് പിന്നെ നല്ല തളിരി ഇലകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണേ. തളത്താർത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം. ഇനി ഞാൻ അവിടെ ചെല്ലട്ടെ കേട്ടോ. അമ്പലത്തിൻ്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ ഇനി അടുത്ത വീഡിയോ എടുക്കാം. ആരെങ്കിലും വീഡിയോ എടുക്കാൻ ഒക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്യും കേട്ടോ. എല്ലാവരും ആയിരിക്കണേ, വിഷുവായിട്ട് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. തിരക്കൊക്കെ കുറഞ്ഞു. രാവിലെ തന്നെ എല്ലാവരും വന്ന് പോയി കേട്ടോ. അമ്പലത്തിൽ നിന്ന് തിരക്കില്ല. ഇനി തൊഴുത് കഴിഞ്ഞിട്ട് ബാക്കി പിടിക്കാം കേട്ടോ. അമ്പലത്തിൽ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഇനി അമ്പലത്തിൽ പുറത്തോടെ ഒന്ന് വലം വെക്കാനായിട്ട് ഇറങ്ങിയതാണേ. അപ്പം ഇതാണ് അമ്പലം. ഞാൻ പുറത്തിറങ്ങി എന്ന് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ശിവക്ഷേത്രം. ഇനി ഇതിലെ ഞങ്ങളൊന്ന് വലത്ത് വെച്ച് വന്നിട്ട് പിന്നെ തൊഴുത് പോകും. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു വീഡിയോയും കൂടി എടുത്തതാണേ.
അമ്പലത്തിലെ പായസമൊക്കെ കിട്ടി കുടിച്ചു കേട്ടോ. പായസം പഴം ഒക്കെ കഴിച്ചു. വിഷുവല്ലേ, അപ്പം അമ്പലത്തിൽ നിന്നുള്ള ഭക്ഷണമാണ് ആദ്യമേ. പ്രസാദം വഴിപാടായിട്ടൊക്കെ കിട്ടി. അതൊക്കെ മേടിച്ച് കയ്യിൽ പിടിച്ചു കേട്ടോ. കൂവളത്തുമാലയൊക്കെ വഴിപാട് ചെയ്തു, പുഷ്പാഞ്ജലി കഴിച്ചു. ഈ അമ്പലത്തിൻ്റെ ഊട്ടുപേരയാണിത്. ഇപ്പം ഞങ്ങൾ ചോറുണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ അവിടെ പോയി ഊട് കഴിച്ചിട്ട് വേണം പോകാൻ. കുറേ പേരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഞങ്ങളും കൂടെ പോയി കഴിക്കട്ടെ. അമ്പലത്തിലെ ഊണ് വിഷുവിൻ്റെ അന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്ന അമ്പലത്തിലായിക്കോട്ടെ അല്ലേ. ആദ്യത്തെ ഊണ് അമ്പലത്തിൽ നിന്ന്. അമ്പലത്തിലെ ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ കയറി പോകുന്നു കേട്ടോ. തൃപ്തിയായിട്ട് നല്ല ഊണും പായസവും പപ്പടവും പഴവും പായസവും കൂട്ടിയുള്ള ഊണായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ഒന്നും കൂടി അമ്പലത്തിന് വരത്ത് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ ഈ വനത്തിന് നടുക്കിരിക്കുന്ന ശിവക്ഷേത്രം, മഹാദേവൻ്റെ അമ്പലം കണ്ടോ. അമ്പലത്തിലെ പായസം ഇച്ചിരി വഴിപാട് പായസം മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഉണ്ട് ഇത് പ്രസാദം. ഇപ്പൊ കൊടുക്കാം. നടയും തുറന്നോട്ടെ. ആള് വരും. പാത്രം കൊണ്ട് കൊണ്ടുപോകണേ. കൊണ്ടുപോകൂ. ഇനിയിപ്പോൾ ആരും കൊണ്ടുപോകാനുണ്ട്. വിഷു ആണ്. ഞാൻ വീട്ടിൽ നിന്ന് വിഷു ഞങ്ങൾക്ക് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ഈ വർഷം വിഷു ഇല്ല. അപ്പം ജസ്റ്റ് അമ്പലത്തിലൊന്ന് വന്ന് പോകാമെന്ന് വിചാരിച്ച്. അമ്മ മരിച്ചിട്ട് ഒത്തിരിയായി. ഞങ്ങൾ കുതിരക്കല്ല്. അടുത്ത മാസമാണ് ആണ്ടായി, എന്നാലും ഞങ്ങൾ പാടില്ലല്ലോ അത്. അപ്പം ഞാൻ വന്ന അമ്പലം ഇതാട്ടോ. അമ്പലത്തിൽ നടയടിക്കുന്നോടം വരെ ഞങ്ങൾ ഇതിലേക്ക് നടന്നു, ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. അമ്പലത്തിലെ പായസമൊക്കെ മേടിച്ചു, പ്രസാദം വാങ്ങിച്ചു, ഊണ് കഴിച്ചു, എല്ലാം ചെയ്തു. അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണേ, അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എന്നോടുകൂടി ഈ ചുറ്റും പരിസരം ഒന്ന് കണ്ടോ. വിയർത്ത് കുളിച്ച് നാശം വന്നേ. അതാണ് ബസ് കാത്ത് നിൽക്കുക കേട്ടോ. ഇവിടെ നിന്നാണ് ബസ് കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. ₹100 ചെരുപ്പുകാരൻ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ്. 100 രൂപ 2 ജോഡി, അല്ല 1 ജോഡി.